ആപ്പിളിൻ്റെ ഷോറൂമിലാണ് വന്നിരിക്കുന്നത്. മലേഷ്യയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഷോപ്പിംഗ് മാളാണ് TRX. എന്തൊക്കെ പ്രൊഡക്ട്സ് കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ എത്ര പൈസയാവും, നമ്മുടെ നാട്ടിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ പൈസ കുറവുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ്. ബട്ടണൊക്കെ വെച്ച് നമുക്ക് സൂമും പരിപാടിയൊക്കെ ചെയ്യാം. ആപ്പിൾ സ്റ്റോർ മലേഷ്യ മൊത്തത്തിലെ എക്സ്പീരിയൻസ് കിടിലമായിരുന്നു. കിടിലം പ്രൊഡക്ട്സും പിന്നെ കസ്റ്റമർ സർവീസൊക്കെ അടിപൊളി. അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ ട്രെയിനൊക്കെ കയറി ബുക്കി പിന്താങ് എത്തി. ബുക്കി പിന്താങ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസാണ് ഷോപ്പിങ്ങിനൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഇന്നിവിടെ ചൈനീസ് ന്യൂ ഇയറിനോടനുബന്ധിച്ച് ഡ്രാഗൺ ഡാൻസ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അത് അവരുടെ ചൈനീസ് ന്യൂ ഇയറായിട്ട് ബന്ധപ്പെട്ട അവരുടെ ബിലീഫായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ആ കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. പിന്നെ ഈ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. അപ്പം നമുക്ക് ചൈനീസ് ന്യൂ ഇയറിൻ്റെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് ആപ്പിൾ ഷോറൂമിലേക്ക് പോവാം. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് ആസ്വദിക്കും. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഡ്രാഗൺ നമുക്കിങ്ങനെ ഓറഞ്ച് എറിഞ്ഞിരുന്ന കാണാം. ഈ ഓറഞ്ച് സ്വർണത്തിൻ്റെ സിമ്പലാണ്. കാൻറ്റനീസ് ഭാഷയിൽ ഓറഞ്ച് എന്ന് പറയുന്നത് അർത്ഥമാക്കുന്നത് സ്വർണം എന്നുകൂടിയാണ്. അപ്പം ഇങ്ങനെ ഓറഞ്ച് കൊടുക്കുന്നത് ഒരു ബ്ലെസ്സിങ് പോലെയാണ് ചൈനീസ് കൾച്ചറിൽ. അപ്പം നമുക്ക് ഓറഞ്ച് ഇങ്ങനെ എറിഞ്ഞ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ വർഷം നല്ലതാണെന്നും സാമ്പത്തികമായിട്ടും എന്താ പറയണ്ടേ എല്ലാം കൊണ്ടും നല്ല രീതിയിൽ പോകുമെന്നാണ് അവരുടെ ഒരു വിശ്വാസം. അപ്പോൾ അങ്ങനെയൊരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഈ ഓറഞ്ചിൻ്റെ പുറകിൽ. അപ്പോൾ എനിക്കും കിട്ടിയൊരു ഓറഞ്ച്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ വർഷം നമുക്ക് നോക്കാം. ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എവിടെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറകിൽ കാണാൻ പറ്റുന്നതായിരിക്കുന്നു ആപ്പിളിൻ്റെ ലോഗോ കാണുന്നില്ലേ. നമ്മൾ ആപ്പിളിൻ്റെ ഒഫീഷ്യൽ സ്റ്റോറിലാണ് ഉള്ളത്. മലേഷ്യയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഷോപ്പിംഗ് മാളാണ് TRXിലൂടെ ഒരുപാട് ഓതറൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് ഇവിടുത്തെ ആപ്പിളിൻ്റെ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നും അതുപോലെ തന്നെ പ്രൈസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മുടെ നാട്ടിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ പൈസ കുറവുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ്. ഞാനൊരു കുഞ്ഞി മാക്ബുക്ക് വാങ്ങണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ വന്നതാണ്. അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നും ചൈനീസ് ന്യൂ ഇയറിലെ അപ്പോൾ എന്തെങ്കിലും ഡിസ്കൗണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. അപ്പം നമുക്ക് ഓരോ കാഴ്ചകളൊക്കെ കാണാം. ആപ്പിളിൻ്റെ പ്രൊഡക്ട്സ് മാത്രമല്ല അവർ പാർട്ട്നേഴ്സിൻ്റെ പ്രൊഡക്റ്റും എല്ലാം ഉണ്ട്. മാത്രമല്ല ഇവിടെ ഫ്രീ ആയിട്ട് ഈ വീക്കെൻഡ്സിൽ ഫോട്ടോഗ്രാഫി കോഴ്സുകൾ, അതായത് ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രൂപ്പായിട്ട് ആ ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്ത് അവരുടെ കൂടെ തന്നെ പ്രൊഫഷണൽസിൻ്റെ കൂടെ തന്നെ പുറത്തൊക്കെ പോയി ഫോട്ടോഗ്രാഫിയൊക്കെ പഠിക്കാൻ വേണ്ടി പറ്റും. സെറ്റിങ്സുകൾ, ക്യാമറയിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട സെറ്റിങ്സുകൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് പോയി ഓരോ കാഴ്ചകളൊക്കെ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന 90% ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറില്ല. അപ്പം ഇതുപോലുള്ള കൂടുതൽ കാഴ്ചകളും വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ. TRXിൽ വരുന്നൊരു 90% ആൾക്കാരും ആപ്പിളിൻ്റെ സ്റ്റോറിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്കും തിരക്കായിരുന്നു. പക്ഷേ എന്താ പറയണ്ടേ, അവിടെ ഇങ്ങനെ കയറുന്നതിനുള്ള റെസ്ട്രിക്ഷൻസോ പ്രൊഡക്റ്റ് നോക്കുന്നതിനുള്ള അങ്ങനത്തെ ഒരു പരിപാടിയില്ല. നമുക്ക് പോയി ഇഷ്ടമുള്ള പ്രൊഡക്റ്റൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാം എന്താ പറയുക ഡെമോ സെറ്റുകൾ ഒരുപാടുണ്ട്. അതുമാത്രമല്ല അവിടെ സ്റ്റാഫുകളുണ്ട് നമുക്കെല്ലാം കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഞാൻ പോയിട്ട് ഐഫോൺ 16 പ്രൈസാണ് ആദ്യം നോക്കിയത്. ഐഫോൺ 16 3999 മലേഷ്യൻ റിങ്കിറ്റാണ് വരുന്നത്. 3999 മലേഷ്യൻ റിങ്കിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു 77,000 രൂപ അടുത്ത് വരും. അപ്പോൾ ഇത് 256 GB ആണ്. നമ്മുടെ നാട്ടിലെ ഏകദേശം എനിക്ക് തോന്നുന്നു 74,000 രൂപ ആ റേഞ്ചിലാണ് 128 GB സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ പോയിട്ട് നമ്മുടെ ഇവിടുത്തെ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഐഫോൺ മാത്രമല്ല, നമ്മുടെ ആപ്പിളിൻ്റെ എല്ലാ പ്രൊഡക്ട്സും ഉണ്ട്. മാത്രമല്ല ആപ്പിളിൻ്റെ പാർട്ട്നേഴ്സിൻ്റെ പ്രൊഡക്ട്സും ഉണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് പോയിട്ട് നോക്കിയായിരുന്നു. അപ്പം നമ്മൾ മാക്ബുക്കിൻ്റെ പ്രൈസ് ഒന്ന് നോക്കി. മാക്ബുക്ക് പ്രോയ്ക്ക് ഇവിടെ വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു 1,35,000 രൂപ അടുത്താണ് വരുന്നത്. 6,999 മലേഷ്യൻ റിങ്കിറ്റാണ് മാക്ബുക്ക് പ്രോയുടെ 512 GB വേരിയൻറ്റിന് മലേഷ്യയിൽ വരുന്ന പ്രൈസ്. ഞാൻ നാട്ടിലെ പ്രൈസ് നോക്കുമ്പോൾ ഏകദേശം 2 ലക്ഷം രൂപ അടുത്തായിട്ടാണ് കാണിക്കുന്നത്. അതിൻ്റെ കറക്റ്റ് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇൻ്റർനെറ്റിൽ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഏകദേശം 2 ലക്ഷം ടു 2,50,000 വരെയുള്ള അതായത് നമ്മുടെ 512 1TB ഒക്കെ വേരിയൻറ്റിനനുസരിച്ച് പ്രൈസ് മാറുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു മലേഷ്യയിൽ വളരെ വളരെ പ്രൈസ് കുറവാണ്. ഈവൻ ഐഫോൺസിലാണെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ മലേഷ്യയിൽ ഒരുപാട് പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. മലേഷ്യയിൽ ഒരുപാട് പ്രൈസ് ചീപ്പാണ്. മൊത്തത്തിൽ പ്രൈസിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ ഇന്ത്യനെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും മലേഷ്യ ഡെഫിനറ്റ്ലി ചീപ്പാണ്. അപ്പോൾ നിങ്ങൾ മലേഷ്യയിൽ വരുന്നുണ്ടെങ്കിൽ മലേഷ്യയിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് കൊണ്ടുവന്നായിരിക്കും കുറച്ചും കൂടെ ലാഭം. പൈസ അത്രയ്ക്ക് ഒരു 10-30,000 രൂപയുടെ വ്യത്യാസം എങ്ങനെയും വരും വലിയ വലിയ പ്രൊഡക്ട്സ് ആകുമ്പോൾ. ഒരു ഫോണൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പോലെ ഒരു 10-15,000 രൂപയുടെയെങ്കിലും ഗ്യാപ്പ് നമുക്ക് എന്താ പറയുക അത്രയും പൈസയെങ്കിലും നമുക്ക് ലാഭിക്കാം. അതിനുശേഷം ഞാൻ പോയിട്ട് എയർപോഡും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാമെന്ന് ചോദിച്ചു. അപ്പം നമുക്കിവിടെ എന്താ പറയണ്ടേ ഐപാഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഐപാഡിൽ ആപ്പിൾ മ്യൂസിക്കും ഉണ്ട്. ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ബീറ്റ്സിൻ്റെ ഹെഡ്സെറ്റാണ്. ബീറ്റ്സ് ഇവരുടെ പാർട്ണറാണ്. കിടുക്കൻ ഹെഡ്സെറ്റാണ്, ഒരു രക്ഷയില്ല. 17,000 രൂപയാണ് ഈ ഹെഡ്സെറ്റിന് നമ്മുടെ നാട്ടിലെ വില വരുന്നത്. പക്ഷേ അടിപൊളി സൗണ്ട് ക്വാളിറ്റി ആയിരുന്നു, ഒരു രക്ഷയില്ലാത്ത സൗണ്ട് ക്വാളിറ്റി ആയിരുന്നു. എയർപോഡ് മാക്സ് ഏകദേശം നമുക്ക് വരുന്ന പ്രൈസ് 2,499 റിങ്കിറ്റാണ് വരുന്നത്. അപ്പം നമുക്കതിൻ്റെ പ്രൈസ് ഇവിടെ ഉണ്ട്. ഓക്കെ, നമുക്ക് പ്രൈസ് നോക്കാം. 2,499 റിങ്കിറ്റാണ്. 2,499 റിങ്കിറ്റ് എന്ന് പറയുമ്പം ഏകദേശം നമ്മുടെ നാട്ടിലൊരു 44-45 രൂപയുടെയൊക്കെ അടുത്ത് വരും. അപ്പം നമുക്കിവിടെ ഇത് കറക്റ്റായിട്ട് എന്താ പറയണ്ടേ വെയർ ചെയ്തിട്ട് നമുക്കിവിടെ മ്യൂസിക് പ്ലേ ചെയ്ത് നമുക്ക് തന്നെ കേൾക്കാവുന്നതാണ്. അപ്പം ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. വളരെ അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആപ്പിൾ സ്റ്റോർ മലേഷ്യയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് 2 നിലകളിലായിട്ടാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് പോയി അവിടെ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആ കാഴ്ച നമുക്ക് കാണാം. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇവിടെ വീക്കെൻഡ് ക്ലാസ്സുകളുണ്ട്. അതായത് കോഴ്സ് എന്നല്ല, ക്ലാസ്സുകളാണ്. ജസ്റ്റ് ടിപ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള, സ്മാർട്ട് ഫോൺ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ നമുക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ അവർ നമുക്ക് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അതുപോലെ തന്നെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഇവിടെ കൊണ്ടു നിർത്തി കഴിഞ്ഞാൽ അവർക്ക് ഫുള്ള് ഗെയിം കളിച്ചത് ഇതുപോലെ ഇരിക്കാം. And lastly, you can also use some of the things that you have with you, like a mirror if you have an additional phones, and to create some things like reflection. And my most favorite when it comes to the same photo, if you take from different angles from store, can give you different types of photos as well, different angles. But now we're going to go into the second examples over here. Yes, something that people that always overlook whenever you go in the back of the buildings, in the small. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇവിടുത്തെ ക്ലാസ്സുകളൊക്കെ ഒന്ന് കേട്ടിരുന്നതിന് ശേഷം പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്ന് ഇവിടുത്തെ പരിപാടീസും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ സെക്കൻഡ് ഫ്ലോറിൽ മെയിനായിട്ട് ഒരുപാട് പ്രൊഫഷണൽസ് ഉണ്ട്. ഇപ്പം നമുക്ക് നമ്മുടെ ഡിവൈസിലോ അതല്ല നമുക്ക് എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് അവരുമായിട്ട് കൺസൾട്ട് ചെയ്യാം. അതിന് പ്രത്യേകിച്ച് പൈസയോ കാര്യങ്ങളൊന്നും ഇല്ല, ഫുള്ള് ഫ്രീ ആണ്. അതുമല്ല നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫുകളാണ് എല്ലാവരും. അങ്ങനത്തെ പ്രത്യേകിച്ച് ജാടയോ പരിപാടിയോ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. എല്ലാം കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പം മൊത്തത്തിൽ ആപ്പിൾ സ്റ്റോറിലൊരു എക്സ്പീരിയൻസ് ഞാൻ ആദ്യമായിട്ടാണ് ആപ്പിളിൻ്റെ ഒഫീഷ്യൽ സ്റ്റോറിൽ പോകുന്നത്. നമ്മൾ ഇത്ര നാൾ പോയതൊക്കെ ഈ ഡീലേഴ്സിൻ്റെ അല്ലെങ്കിൽ റീസെല്ലേഴ്സിൻ്റെ അടുത്തായതുകൊണ്ട് അവരുടെ അടുത്ത് പോകുമ്പോഴേ അവരെല്ലാവരും ഇങ്ങനെ ഒരു സൈസ് ഒരു നോട്ടവും പരിപാടിയൊക്കെയാണ്. ഇത് നമുക്ക് എന്താ പറയണ്ടേ ഒരു കിടിലം എക്സ്പീരിയൻസ് ആയിരുന്നു മൊത്തത്തിൽ. അപ്പോൾ ആപ്പിളിൻ്റെ മൊത്തത്തിലുള്ളൊരു എക്സ്പീരിയൻസ് എന്നോട് ചോദിച്ചാൽ അതേ ഇങ്ങനെ ഇരിക്കും. ആപ്പിൾ സ്റ്റോർ മലേഷ്യ മൊത്തത്തിലെ എക്സ്പീരിയൻസ് കിടിലമായിരുന്നു. കിടിലം പ്രൊഡക്ട്സും പിന്നെ കസ്റ്റമർ സർവീസൊക്കെ അടിപൊളി. അതുപോലെ തന്നെ എല്ലാം നമുക്ക് ടെസ്റ്റ് ചെയ്യാനും കാര്യങ്ങൾക്കെല്ലാം പറ്റും.
അപ്പം പ്രൈസ് വൈസ് എനിക്ക് തോന്നുന്നു ഇന്ത്യനേക്കാൾ ഒരുപാട് ചീപ്പാണ് ഇവിടെ, ടാക്സിൻ്റെ ഒക്കെ ആയിരിക്കാം. പക്ഷേ എങ്കിൽ എന്താ പറയേണ്ടത്, മലേഷ്യയിൽ തന്നെ ബാക്കിയുള്ള ഷോപ്പുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല, പ്രൈസൊക്കെ സെയിം തന്നെയാണ്. പിന്നെ നമുക്ക് ഒറിജിനൽ ഒഫീഷ്യലായിട്ടുള്ള സ്റ്റോറിൽ നിന്ന് വാങ്ങാം എന്നുള്ളതിൻ്റെ ഒരു ഗുണം ഉണ്ട്. അപ്പം മലേഷ്യയിൽ വരുന്നവർ ആപ്പിൾ പ്രൊഡക്ട്സിനൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ TRXൽ വന്നത് ട്രൈ ചെയ്യാവുന്നതാണ്.